64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത്. സമാപന സമ്മേളനം അത് പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മോഹൻലാൽ ആയിരുന്നു മുഖ്യാതിഥി. ഇപ്പോൾ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അറബി കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല മൂന്നാം സ്ഥാനം 2 ജില്ലകൾക്കാണ്. 91 പോയിന്റുമായി കോട്ടയം, ആലപ്പുഴ. മികച്ച മൂന്നാമത്തെ ജില്ല അറബിക് കലോത്സവം. 2 ജില്ലകളുണ്ട്. 2 ജില്ലയിലെ സ്കൂളുകളും ഒന്നിച്ചു കയറേണ്ടതാണ്. കോട്ടയം, ആലപ്പുഴ. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് AK സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ ജില്ല 93 പോയിന്റുമായി മലപ്പുറം. മികച്ച രണ്ടാമത്തെ ജില്ല മലപ്പുറം. ട്രോഫി വിതരണം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 7 ജില്ലകൾക്കാണ് ഒന്നാം സ്ഥാനം. 95 പോയിന്റുമായി കോഴിക്കോട്, തിരുവനന്തപുരം, വയനാട്, കണ്ണൂർ, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ്. മികച്ച ജില്ല 9 ജില്ലകൾ പങ്കെടുക്കുന്നു. ഈ 9 ജില്ലകളിലെയും പ്രതിനിധികൾ ഒന്നിച്ചു കയറി ട്രോഫി ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ 78 പോയിന്റുമായി SVG HSS കിടങ്ങന്നൂർ, പത്തനംതിട്ട. കേരള സ്കൂൾ കലോത്സവം HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ SVG VHSS കിടങ്ങന്നൂർ, പത്തനംതിട്ട. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ സ്കൂൾ MGM HSS മാനന്തവാടി, വയനാട്, 106 പോയിന്റ്. HS ജനറൽ മികച്ച രണ്ടാമത്തെ സ്കൂൾ MGM HSS മാനന്തവാടി, വയനാട്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പും മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ, ആലത്തൂർ, പാലക്കാട്, 128 പോയിന്റ്. HS ജനറൽ മികച്ച സ്കൂൾ BSS ഗുരുകുലം HSS ആലത്തൂർ, പാലക്കാട്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല മികച്ച മൂന്നാമത്തെ ജില്ല 479 പോയിന്റുമായി കോഴിക്കോട്. കേരള സ്കൂൾ കലോത്സവം HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല മികച്ച മൂന്നാമത്തെ ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോഴിക്കോടാണ്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ബിന്ദു മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കോഴിക്കോട് ജില്ല. മികച്ച രണ്ടാമത്തെ ജില്ല
489 പോയിന്റുമായി തൃശൂർ. HS ജനറൽ മികച്ച രണ്ടാമത്തെ ജില്ല തൃശൂർ. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി സ്വീകരിക്കുവാൻ തൃശൂർ ജില്ലാ ടീമിനെയും അധ്യാപകരെയും ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം 494 പോയിന്റുമായി കണ്ണൂർ. HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലയിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ ട്രോഫി ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ക്ഷണിക്കുന്നു. അടുത്ത ഹയർ സെക്കൻഡറി പറയട്ടോ. അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ 79 പോയിന്റുമായി SVG VHS കിടങ്ങന്നൂർ പത്തനംതിട്ട. സ്കൂൾ കലോത്സവം HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ മികച്ച മൂന്നാമത്തെ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് SVG VHSS കിടങ്ങൂർ പത്തനംതിട്ട ജില്ല. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ സ്കൂൾ NS ബോയ്സ് HSS മാന്നാർ ആലപ്പുഴ. കേരള സ്കൂൾ കലോത്സവം HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ 64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന നിമിഷങ്ങളാണ്. ഏറ്റവും മികച്ച ജില്ലയായി ഒന്നാം സ്ഥാനം അത് കണ്ണൂര്. കലാകിരീടം തിരിച്ചുപിടിക്കുകയാണ് അവർ. മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഈ തവണത്തെ കലോത്സവം? ആദ്യന്തം ഉണ്ടായിരുന്നല്ലോ അവിടെ. എൽദോ 5 ദിവസം നീണ്ടുനിന്ന ആവേശകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രൗഢഗംഭീരമായ സമാപനം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. ഈ വേദിക്ക അല്ലെങ്കിൽ ഈ കലോത്സവത്തിന് നിറക്കാഴ്ചയായി മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ സാന്നിധ്യം, അതോടുകൂടി കലോത്സവത്തിന്റെ ആവേശം അതിന്റെ ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ മികച്ച സ്കൂളുകൾക്കുൾപ്പെടെയുള്ള ഈ പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ നൽകുകയാണ്. എന്തായാലും കണ്ണൂർ ഇത്തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുന്നത് തൃശ്ശൂര് തൊട്ട് പിന്നാലെയുണ്ട്. നേരത്തെ കഴിഞ്ഞ കലോത്സവ ചാമ്പ്യന്മാരായ തൃശ്ശൂര് 2ാം സ്ഥാനത്താണ് ഉള്ളത്. 1ാം സ്ഥാനത്ത് അങ്ങനെ കണ്ണൂര് മുത്തമിടുമ്പോൾ മറ്റൊരു ചരിത്രത്തിലേക്ക് കൂടിയാണ് അത് വഴിവെക്കുന്നത്. എന്തായാലും 64ാമത് കേരള സ്കൂൾ കലോത്സവം അതിമനോഹരമായി തന്നെ അവസാനിക്കുകയാണ്. ഇവിടെ വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരും പറഞ്ഞതുപോലെ മറ്റ് പരാതികളോ വിവാദങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കുട്ടികൾക്ക് 538 പോയിന്റുമായി കോഴിക്കോട്. റൈറ്റ്. സമാപന സമ്മേളനം അത് പുരോഗമിക്കുകയാണ്. അവിടെ വിജയികൾ ട്രോഫികൾ വിതരണം ചെയ്യുകയാണ്. തൃശ്ശൂർ ജില്ലയാണ് 2ാം സ്ഥാനത്ത് ആതിഥേയർ. 1ാം സ്ഥാനത്ത് കണ്ണൂര്. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കിരീടത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.